ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ശരിക്കും വീഡിയോ എടുക്കണോ വേണ്ടോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളൊരു ദിവസമാണ്. ഇന്നൊരു ദിവസം എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ്, പക്ഷെ ഒരു ഈവനിങ് ആണ് എൻ്റെ ഷിഫ്റ്റ് വരുന്നത് 3 to 11. സോ അതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ചധികം സമയമുണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. കാരണം എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോസിബിളേ അല്ല ഇപ്പോഴത്തെ ഒരു ടൈം അനുസരിച്ചിട്ട്. പിന്നെ 1 വീക്ക് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചു തുടങ്ങും വീഡിയോസ് എന്താ ഇടാത്തതെന്ന്. എനിക്കിഷ്ടമുള്ളത് കേൾക്കുന്നത്, പക്ഷെ അപ്പോൾ എനിക്കൊരു വിഷമം തോന്നും, അയ്യോ ഞാൻ എന്താ വീഡിയോ ഇടാത്തതെന്ന് എനിക്ക് തന്നെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് എ ഡേ ഇൻ മൈ ലൈഫ് ടുഡേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ആസ് യൂഷ്വൽ എൻ്റെ ഡെയിലി ലൈഫ് റൊട്ടീൻസ് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റെ ഡെയിലി ലൈഫ് ഇനി കാണാതെ പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും. കാരണം കൂടുതലും നമ്മുടെ ചാനലിൽ അത് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 10:30, ഈ ഒരു 10 മണിക്കായി. ആ സമയത്താണ് ഞാൻ ഉറങ്ങി എഴുന്നേക്കുന്നത് തന്നെ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ക്ലീനിങ് ഉണ്ട്. അതിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയത് മാറ്റിയെടുത്ത് വയ്ക്കാനുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിന്ന് വിചാരിക്കുന്ന ഒരു സ്മൂത്തി പ്രിപ്പയർ ആക്കാമെന്ന്. കാരണം ഫുഡ് ഇന്നലെ ഓൾറെഡി ലഞ്ചിനും ഡിന്നറിനൊക്കെ പ്രിപ്പയർ ആക്കിയ ഫുഡ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിനി പ്രത്യേകിച്ച് ചോറോ കറിയോ ഒന്നും ഉണ്ടാക്കണ്ട. അലാക്കുനിക്കുമായിട്ട് ഒരു ചെറിയ സ്മൂത്തി ഉണ്ടാക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബാക്ക് ടു ദ വർക്ക്സ്. സോ ദാറ്റ്സ് ഇറ്റ്. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇനിയിപ്പോൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മൂത്തി പ്രിപ്പയർ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ സ്മൂത്തി ആകുമ്പോൾ കുറച്ച് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ആയി, പിന്നെ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷുമായി. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്ന ആപ്പിൾ ബനാന സ്മൂത്തിയാണ്. അപ്പോൾ ഞാനങ്ങനെ ഇന്നതൊന്നുമില്ല, എൻ്റെ കൈ കിട്ടുന്ന എന്ത് വെച്ചിട്ടും സ്മൂത്തി ഉണ്ടാക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് തീരെ മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കും ഹാലൊക്കെ മാത്രമാണ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും അടുത്ത് വെറൈറ്റി സ്മൂത്തി റെസിപ്പീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടു കമൻറ്റ്. എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും.
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കും. പിന്നെ വെറുതെ ഇരിക്കൽ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ കുറേ പണികളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, വേറെ ഒന്നുമല്ല. എല്ലാത്തിനും കൂടെ എനിക്ക് ടൈം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ പറ്റുന്ന പോലെ കണ്ട് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ലഞ്ചിന് ഓൾറെഡി ഞാൻ തലേന്ന് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു കേട്ടോ ഇന്ന്. എന്താ രണ്ടുപേരും ചെയ്യണ? ആ രണ്ട് ക്യൂട്ടീസും എന്താ ചെയ്യണ? എവിടെ പോണ? പോകേണ്ട ദൂരാളും കുട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കഥകൾ പോകേണ്ട ദൂരാളും. അങ്ങനെ ആലാന ഡേ കെയറിലാക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഞാൻ എൻ്റെ ജോബ് ഹണ്ടിങ് ടൈമിൽ ഞാനും ബില്ലും എവിടെയോ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കാറിൽ ഇങ്ങനെ ലേറ്റ് നൈറ്റ് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കാണുന്നത്. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരുപാട് നാളായിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും അത്ര ഫെമിലിയർ അല്ലായിരുന്നു ഈ ഒരു ബ്രാഞ്ച്. നമ്മൾ ഹോസ്പിറ്റലാണ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് നമ്മളുടെ ബഹ്റൈനിലെ തന്നെ ഫസ്റ്റ് ഹോസ്പിറ്റൽ. പക്ഷേ ഇതിൻ്റെ ഈ പുതിയ ബ്രാഞ്ച് വന്നിട്ട് കുറേ നാളായിട്ടില്ല, 2 years ഒക്കെ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ഈ ഹോസ്പിറ്റലിൽ ഫെമിലിയർ അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ബില്ലുവിനോട് പറഞ്ഞു, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ഇതിൻ്റെ ഉള്ളിൽ ഒന്നൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ബില്ല് പറഞ്ഞു, പോകുന്നതിന് എന്താ, നമുക്ക് വേണമെങ്കിൽ പോകാമല്ലോ, അതിങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, എനിക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന്. ആൻഡ് ടുഡേ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം ഞാനിപ്പോൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ. നമ്മളൊരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നമുക്കത് കിട്ടിയിട്ടുണ്ടാവും. സോ ഈ പോകുന്ന വഴിക്ക് ഞാൻ ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സ്റ്റോറിയാണിത്. ആൻഡ് ഇറ്റ്സ് മൈ റിയൽ സ്റ്റോറി ഓൾസോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇനി കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് ആഫ്റ്റർ വർക്ക് നമുക്ക് കാണാം. പോകേണ്ട ദൂരാളു കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കഥകൾ നിറയ്ക്കാതെ പോകേണ്ട ദൂരാളു കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിറയ്ക്കാതെ ചിറപുഞ്ചി മഴ
മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് പോകേണ്ട ദൂരം കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കഥകൾ നിരക്കാതെ. തിരിച്ച് റൂമിൽ വന്നു. ഇനിയിപ്പോൾ ചെറുതായിട്ട് എൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. എനിക്ക് ചെറുതായിട്ട് എക്കൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഡ്യൂട്ടി ഉള്ള സമയങ്ങളിൽ എനിക്ക് നല്ല ടയർഡായിരിക്കും. ഇന്ന് കാര്യമായിട്ട് തിരക്കുന്നുള്ള ദിവസമായിരുന്നില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ രാവിലെ കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിലും പിന്നെ ഫുൾ ടൈം വീട്ടിലെ വർക്ക്, പിന്നെ അത് കഴിയുമ്പോൾ ഹോസ്പിറ്റലിലെ ജോബ്, തിരിച്ചു വന്ന ഹലനെന്ന് ഉറക്കുന്നവരെ ഇങ്ങനെ നല്ല തിരക്കായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഫുഡ് ഓൾറെഡി അവിടെ നിന്ന് കഴിച്ചാണ്. അപ്പോൾ ബില്ലുവിന് ഞാൻ ഫുഡ് അവിടെ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നു. ഇപ്പോൾ ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നല്ല സുഖമായിട്ടുള്ളൊരു ഉറക്കം പാസ്സാകണം. ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കിടന്നുറങ്ങുന്നതിന് മുമ്പ് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഓവർനൈറ്റ് ഓട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പോലെ ബില്ലു ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. റോ ആയിട്ട് ചായ കുടിക്കുന്നല്ലാതെ മിൽക്കോ ബട്ടറോ ഗീയോ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാനും ആലാക്കും മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഓവർനൈറ്റ് ഓട്സ് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ആക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ട് ഇനി നേരെ കിടന്നുറങ്ങണം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ ഒരു ഡേ ആൻഡ് നത്തിങ് മച്ച്. എല്ലാ ദിവസവും ഭയങ്കര എക്സൈറ്റിംഗ് ഒന്നും ആയിരിക്കില്ല. എന്നാലും പറ്റുന്ന പോലെ ഒരു ദിവസത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻറ്റ് ഓൾറെഡി. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോയാണ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ. ഐ എം പ്ലാനിങ് ടു ഡു ദാറ്റ് സൂൺ. കാരണം ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട് ആ വീഡിയോയ്ക്ക്. എന്തായാലും അടുത്ത് തന്നെ നമുക്കതും പോസ്റ്റ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.